നമസ്കാരം. കേരളത്തിലെ പിണറായി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആർക്കൊക്കെ ക്ലീൻ ചിറ്റ് നൽകണം, ആർക്കൊക്കെ നൽകാതിരിക്കണം എന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാട് തന്നെയാണ് അവർക്കുള്ളത്. വേണ്ടപ്പെട്ടവരുടെ പേരിലുണ്ടാകുന്ന എല്ലാ കേസുകൾക്കും അവരെ രക്ഷിക്കാനുള്ള ലൂപ്പ് ഹോളുകൾ കണ്ടുപിടിക്കുകയും വേണ്ടപ്പെട്ടവരല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേരിലില്ലാത്ത വകുപ്പുകൾ കൂട്ടിച്ചേർക്കുകയൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ ഏറെ കുപ്രസിദ്ധി കേട്ടിട്ടുള്ള ഒരു പോലീസ് സംവിധാനമാണ് ദൗർഭാഗ്യവശാൽ കുറേ വർഷങ്ങളായി നമുക്കുള്ളത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയ മന്ത്രി സജി ചെറിയാന് ഇപ്പോൾ കേരള പോലീസ് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ഭരണഘടനയെ ബന്ധപ്പെട്ട് കുന്തം കുടച്ചക്രം തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ വിവാദ പ്രസംഗം ഒടുവിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ഒടുവിൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ടാണ് പോലീസ് റിപ്പോർട്ട് നൽകിയത്. പിന്നീട് പുനരന്വേഷണം നടന്നു. ആ അന്വേഷണ റിപ്പോർട്ടിലും മന്ത്രിക്ക് ക്ലീൻ ചിറ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ ക്ലീൻ ചിറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, മന്ത്രിക്ക് വേണ്ടി വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് പോലീസ് കരുക്കൾ നീക്കിയിരിക്കുന്നത് എന്നാണ്. ഈ കേസിലെ സാക്ഷികളുടെ കാര്യം തന്നെ ആദ്യം എടുക്കാം. 1 മുതൽ 5 വരെ സാക്ഷികൾ. ഈ കേസിലെ സാക്ഷികളുടെ കാര്യം തന്നെ എടുക്കാം. 1 മുതൽ 5 വരെ സാക്ഷികളിലാണ് പരാതി നൽകിയ ആളിൻ്റെ പേരുള്ളത്. ഇവരെ ഒരു പ്രത്യേക വിഭാഗമാക്കുന്നു. 6 മുതൽ 39 വരെയുള്ള സാക്ഷികളെ മറ്റൊരു വിഭാഗമാക്കുന്നു. അങ്ങനെ 2 വിഭാഗം സാക്ഷികളായിട്ടാണ് ഇവർ ഈ കേസിൻ്റെ അന്വേഷണം നടത്തിയത്. ഇതിൽ 1 മുതൽ 5 വരെയുള്ള സാക്ഷികൾ മന്ത്രി നടത്തിയ ഈ പ്രസംഗം കണ്ടതായും മന്ത്രി ഈ വിവാദ പ്രസംഗം നടത്തി എന്നും തന്നെ തറപ്പിച്ച് പറയുമ്പോൾ, അപ്പുറത്തുള്ള 6 മുതൽ 39 വരെയുള്ള സാക്ഷികൾ പറയുന്നതാകട്ടെ മന്ത്രി അങ്ങനെയൊന്നും പ്രസംഗിച്ചിട്ടില്ല, മന്ത്രി ഭരണഘടനയെ വാഴ്ത്തിക്കൊണ്ടാണ് സംസാരിച്ചത് എന്നും ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ നടപ്പാക്കുന്ന കാര്യത്തിൽ ഇന്ത്യയിലെ പല സർക്കാരുകളും വിജയിച്ചിരുന്നില്ല എന്നൊക്കെയാണ് മന്ത്രി പ്രസംഗിച്ചതെന്നുമാണ് അവർ പറയുന്നത്. 6 മുതൽ ഉള്ള സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുന്നവരൊക്കെ തന്നെ ഇടതുപക്ഷ MLA-മാരും ചില മുൻ MLA-യും ഒക്കെ ഉൾപ്പെടുന്നവരാണ്. സ്വാഭാവികമായും അവർ മന്ത്രിക്ക് അനുകൂലമായ നിലപാട് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നത് ആർക്കാണ് അറിയാത്തത്. നേരത്തെ ഇവർ സമർപ്പിച്ച റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് മേധാവി തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും മന്ത്രിയെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നതും. ഏതായാലും തിരഞ്ഞെടുപ്പ് അടുത്ത സ്ഥിതിക്ക് മന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകേണ്ട ആവശ്യം പോലീസിനുണ്ട്, സർക്കാരിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു നീക്കവുമായി കേരള പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. എന്നാൽ ഇതിൽ മറ്റൊരു വിചിത്രമായ കാര്യം, 1 മണിക്കൂറോളം നീളുന്ന ഈ ചടങ്ങിലെ ഇതൊരു സ്വകാര്യ പരിപാടിയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഈ ചടങ്ങിലെ മൊബൈൽ ലൈവ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല എന്നാണ് പോലീസ് പറയുന്നത്. ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് പോലീസ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. പക്ഷേ കേരളത്തിലെ പോലീസിൻ്റെ സൈബർ സേനയ്ക്ക് വേണമെങ്കിൽ ഈ നഷ്ടമായ ദൃശ്യങ്ങളെ തിരികെ പിടിക്കാനുള്ള സംവിധാനമുണ്ട് എന്നുള്ള കാര്യം ഏതായാലും ഇവർ ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ ബോധപൂർവം മറച്ചു വയ്ക്കുകയാണ് എന്നുള്ള കാര്യവും ഉറപ്പാണ്. ഡിജിറ്റൽ തെളിവുകളൊന്നും തന്നെ ശേഖരിക്കാതെ, അത് ഉപയോഗിക്കാതെ ഈ കേസിൻ്റെ അന്വേഷണം അവസാനിപ്പിക്കാനുള്ള പോലീസിൻ്റെ നീക്കത്തിൻ്റെ മുന്നിൽ മന്ത്രിക്ക് വേണ്ടി ചരട് വലിച്ചതാണ് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇക്കാര്യത്തിൽ അന്ന് റിപ്പോർട്ട് സമർപ്പിച്ച മന്ത്രിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച തിരുവല്ല DYSP ആയിരുന്ന രാജപ്പൻ പിന്നീട് മറ്റൊരു കേസിൽ, ഒരു പോക്സോ കേസിൽ പ്രതികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ള പേരിൽ സസ്പെൻഷനിലായ വ്യക്തി കൂടിയാണ്. അങ്ങനെയുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം മന്ത്രിയെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് അവരുടെ എല്ലാം തന്നെ ബാധ്യതയുടെ ഭാഗമായി മാറി എന്ന് തന്നെ വേണം കരുതാൻ. ഈ മന്ത്രി അന്ന് നടത്തിയ പ്രസംഗം വലിയ തോതിൽ വിവാദമായിരുന്നു. ഇദ്ദേഹം നടത്തിയ പ്രസംഗം ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ വിവിധ ടെലിവിഷൻ ചാനലുകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും കണ്ടതാണ്. എന്നിട്ടും അതിൻ്റെ ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്ന് പോലീസ് പറയുമ്പോൾ അതിനെ നമുക്ക് തമാശയായിട്ട് മാത്രമേ സാധാരണഗതിയിൽ കണക്കാക്കാൻ കഴിയുകയുള്ളൂ. പിന്നെ ഈ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഡിജിറ്റൽ തെളിവുകൾ ഇല്ല എന്ന് പറയുന്നതിലും ഇല്ലാത്ത തെളിവുകൾ ഉണ്ട് എന്ന് സ്ഥാപിക്കുന്നതിലുമൊക്കെ തന്നെ കേരള പോലീസ് അഗ്രഗണ്യന്മാരാണെന്ന് നമുക്കറിയാം. നേരത്തെ തിരുവനന്തപുരത്ത് അന്ന് തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രനും സംഘവും KSRTC ബസ്സിൻ്റെ കുറുക്കെ കാർ കയറ്റി നിർത്തിയതിന് ശേഷം ഡ്രൈവറോട് വാക്കേറ്റം നടത്തിയ സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അവസാനം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും ആ ഡ്രൈവർ യദുവിൻ്റെ തലയ്ക്ക് ഡിലീറ്റ് ചെയ്യപ്പെട്ട കേസിൻ്റെ ഉത്തരവാദിത്വം വയ്ക്കാത്തത് ഭാഗ്യമായി എന്ന് തന്നെ വേണം കരുതാൻ. അതുപോലെ തരം കിട്ടുന്നിടത്തെല്ലാം തന്നെ ഈ ഡിജിറ്റൽ തെളിവുകൾ ഇല്ലാതാക്കുന്ന കാര്യത്തിലും ഇവർ ആരും മോശക്കാരല്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ ജനങ്ങൾ മുഴുവൻ കണ്ട, നാട്ടുകാർ മുഴുവൻ കണ്ട ഒരു ദൃശ്യം അതങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നും മന്ത്രി പറഞ്ഞതെല്ലാം നല്ല കാര്യങ്ങളാണ് ഭരണഘടനയെക്കുറിച്ചെന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ആർക്കും തന്നെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാക്കൾ എന്ത് കുറ്റം ചെയ്താലും അത് ശരിയാണ് എന്ന് പറയേണ്ട ബാധ്യത കേരള പോലീസിനാണ് എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കാം ഒരുപക്ഷെ അവർ ഇത്തരത്തിലുള്ള ഒരു കടുങ്കൈ ചെയ്യാൻ മുതിർന്നത് എന്ന് തന്നെ വേണം കരുതാൻ. മാത്രമല്ല, സജി ചെറിയാൻ്റെ മൊഴി പോലീസ് എടുത്തപ്പോൾ അദ്ദേഹം പറയുന്നത് താൻ ഭരണഘടനയെ അവഹേളിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. രാജ്യത്ത് ഭരണഘടന നിലവിൽ വന്ന് 75 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, അതിൻ്റെ ലക്ഷ്യം കണ്ടില്ല, അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ആ ഒരു വിഷമം മാത്രമാണ് താൻ പങ്കുവച്ചത് എന്നാണ് ഈ മന്ത്രി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഏതായാലും പിണറായി സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ഇതിനപ്പുറവും സംഭവിക്കും എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ കഴിയൂ.